യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ഇന്ന് പ്രധാനമായിട്ടും ദൈവമക്കൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഒന്ന്, ദൈവം സ്നേഹമാകുന്നു. ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യ മക്കളിൽ പ്രധാനമായിട്ടും രണ്ട് സന്ദേശമാണ് തരാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മൾ ദൈവത്തോട് എങ്ങനെ ഏത് രീതിയിൽ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം പ്രാപിക്കാം. രണ്ടാമത്തെ കാര്യം, കുറച്ച് പ്രാർത്ഥനാ രീതികൾ, ഒരു 7 പ്രാർത്ഥനാ രീതികൾ ദൈവമക്കൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ, ദൈവാനുഗ്രഹം പ്രാപിക്കാൻ, അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറാൻ, നിങ്ങളുടെ ബന്ധനങ്ങളും കെട്ടുകളും അസ്വസ്ഥതകളും ആകുലതകളും നിരാശകളും വേദനകളും ദുഃഖങ്ങളും മാറാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങൾ അതുപോലെ തന്നെ ഒരു 3 മാസം ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ അനുസരിക്കുക. നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ വംശത്തിലോ പാരമ്പര്യത്തിലോ ഏത് രീതിയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും സാരമില്ല. നമ്മുടെ കർത്താവ് എല്ലാവരുടെയും ദൈവമാണ്, ജീവിക്കുന്ന ദൈവമാണ്. ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു ദൈവമല്ല കർത്താവ്. കർത്താവ് നാനാവിധ മധ്യസ്ഥ എല്ലാ മതസ്ഥരിലും പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഞാൻ ഹൃദയം തൊട്ട് ഉറപ്പ് പറയുന്നു. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. നമ്മുടെ ദൈവം സ്നേഹമാകുന്നു. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്ന പൊന്നു തമ്പുരാനാണ് ജീവിക്കുന്ന ദൈവമായ കർത്താവ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നത്, നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ജീവനുള്ള ദൈവമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം നിറങ്ങി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുന്ന ഒരു പൊന്നു തമ്പുരാനാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിലേക്കുള്ള യാത്ര എങ്ങനെയായിരിക്കണമെന്ന് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇതുപോലെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക. ഒന്ന്, ദൈവത്തിന് നമ്മൾ എന്നും 1-ാം സ്ഥാനം കൊടുത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ എന്താണ് 1-ാം സ്ഥാനം? രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കാൻ നേരത്തൊക്കെ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും നമ്മൾ ആദ്യം ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം നമ്മളിൽ ലഭിക്കുക. നമ്മൾ പരാതിയോ പരിഭവങ്ങളൊന്നും ദൈവത്തോട് പറയാൻ പാടില്ല. ആദ്യം നമ്മൾ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അവസാനം മാത്രമേ നിങ്ങളുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ തമ്പുരാനോട് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ രാവിലെ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. രാത്രി കിടക്കാൻ നേരത്തും ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതുപോലെ എല്ലാം ദൈവം തന്നിരിക്കുന്ന ദാനമാണെന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളോ സമ്പാദ്യമോ വസ്തുക്കളോ എന്ത് തന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ദൈവത്തോട് പറയുക. തമ്പുരാനെ, അത് അങ്ങ് തന്നിരിക്കുന്ന ദാനമാണ്, ദൈവമേ അങ്ങ് തന്നിരിക്കുന്ന ദാനമാണ് എന്ന് പറയുക. എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എല്ലാം നമ്മുടെ ഭവനത്തിലെ നമ്മുടെ വസ്തുക്കൾ, കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മളൊരു തീരുമാനമെടുക്കുക. അത് യാത്ര ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചൊരുങ്ങി യാത്ര ചെയ്യുക. അതുപോലെ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ വിശ്വസിച്ച്